വിധ്വംസക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകമെന്ന് എറണാകുളം പ്രത്യേക CBI കോടതി നിരീക്ഷിച്ചു. പ്രതികാര ബുദ്ധിയോടെ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് കാരണമെന്നും വിചാരണ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞു. എന്നാൽ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് എറണാകുളം പ്രത്യേക CBI കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി പ്രസ്താവിച്ച വിധിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. വിധ്വംസക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അരങ്ങേറിയ കുറ്റകൃത്യമാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ്. 2 യുവാക്കളുടെ കൊലപാതകം കുടുംബത്തിന്റെ തീരാദുഃഖമായി മാറിയെന്നും വിധിന്യായത്തിന്റെ ആമുഖത്തിൽ എറണാകുളം പ്രത്യേക CBI കോടതി. സാധാരണ സംഭാഷണത്തിന്റെ ഭാഗമായല്ല ഇരട്ടക്കൊലപാതകത്തിന്റെ ഗൂഢാലോചന സംഭവിച്ചത്. കേസിലെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. വിദഗ്ധമായി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് വ്യക്തമാണ്. കൊലപാതകത്തിനായി സുദീർഘമായ ഹോംവർക്ക് പ്രതികൾ നടത്തി. നിരവധി ഫോൺ കോളുകൾ, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവയാണ് തെളിവ്. 2019 ഫെബ്രുവരി മാസം 14 തീയതി മുതൽ 4 ദിവസം പ്രതികൾ ഗൂഢാലോചന നടത്തി. തുടർന്നാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിലേക്കെത്തിയത്. ഏച്ചിലടുക്കം ബസ് സ്റ്റോപ്പ് ആയിരുന്നു പ്രധാന ഗൂഢാലോചനാ സ്ഥലം. ഇരട്ടക്കൊലപാതകത്തോടെയാണ് ഇത് ഗൂഢാലോചനയാണെന്ന് വ്യക്തത വരുന്നത്. 10ാം പ്രതി T രഞ്ജിത്തും 15ാം പ്രതി A സുരേന്ദ്രനും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും നീക്കം നിരീക്ഷിച്ചു. ഇത് മൊബൈൽ ഫോണിലൂടെ പ്രതികൾ പങ്കുവച്ചു. കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും മതിയായ തെളിവുണ്ട്. എല്ലാ തെളിവുകളും ബന്ധിപ്പിച്ച് വാദം അവതരിപ്പിക്കാനും കൊലപാതകവും ഗൂഢാലോചനയും സംശയാതീതമായി തെളിയിക്കാനും CBIക്ക് കഴിഞ്ഞു. അന്വേഷണത്തിൽ പിഴവുകളുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം വിചാരണ കോടതി തള്ളി. സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകാനാവില്ലെന്നും വിചാരണ കോടതി വിലയിരുത്തി. രാഷ്ട്രീയ പാർട്ടികളായ CPIMന്റെയും കോൺഗ്രസിന്റെയും സംഘങ്ങൾ പരസ്പരം ശത്രുത പുലർത്തി. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്കെത്തിയത്. മാധ്യമപ്രവർത്തകനായ മാധവൻ നൽകിയ മൊഴിയും തെളിവുകളും വിചാരണയെ സഹായിച്ചു. വിശ്വസനീയമായ തെളിവുകളും മൊഴിയുമാണ് മാധവൻ നൽകിയത്. സാഹചര്യങ്ങളെ വ്യക്തതയോടെ വിവരിക്കാൻ മാധവന് കഴിഞ്ഞുവെന്നും വിചാരണ കോടതി വിധിന്യായത്തിൽ വിലയിരുത്തി. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തെയും വിചാരണ കോടതി വിമർശിക്കുന്നു. 2ാം പ്രതിയായ സജി C ജോർജിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. പോലീസിൽ നിന്ന് സജി C ജോർജിനെ രക്ഷിക്കാൻ നടത്തിയ ശ്രമം ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി എന്നുമാണ് വിമർശനം. എന്നാൽ പെരിയ ഇരട്ടക്കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നുമാണ് വധശിക്ഷ ഒഴിവാക്കിയ എറണാകുളം പ്രത്യേക CBI കോടതിയുടെ വിധിന്യായത്തിലെ നിരീക്ഷണം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.